Good morning. Today we will discuss the working of a Carnot engine. A Carnot engine is a ideal heat engine which was designed by Sadi Carnot. So let us first see which are the different components of a heat engine. Actually there are four components for this heat engine. The diagrammatic representation of the four are given in this figure. So the first one is an insulating stand. You will have an insulating let us take the first component as an insulating cylinder. This insulating cylinder contains the working substance. The working substance here is a gas. This gas is contained in an insulating cylinder. ഈ insulating cylinder പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ്സും അതിൻ്റെ ടോപ്പ് പോർഷനും കംപ്ലീറ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഈ നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളതാണ് ഈ ചിത്രത്തിൽ മുഴുവനായിട്ട് നോൺ കണ്ടക്റ്റിംഗ് റീജിയൻസിനെയാണ് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിൻ്റെ ഇൻസുലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴത്തെ ഭാഗം ബോട്ടം സർഫസ് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആണ്. ബാക്കിയുള്ള എല്ലാ സൈഡ്സും ഇൻക്ലൂഡിങ് ദ പിസ്റ്റൺ നോൺ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ അതാണ് പറഞ്ഞത് ഇറ്റ്സ് എ സിലിണ്ടർ വിത്ത് എ നോൺ കണ്ടക്റ്റിംഗ് വാൾസ് ആൻഡ് കണ്ടക്റ്റിംഗ് ബോട്ടം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അത് ഓപ്പറേഷൻ പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പെർഫെക്റ്റ് ഗ്യാസ് ഇസ് യൂസ്ഡ് ആസ് എ വർക്കിംഗ് സബ്സ്റ്റൻസ്. ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ് വിച്ച് ഇസ് എ പെർഫെക്റ്റ് ഗ്യാസ് ഇസ് പ്ലേസ്ഡ്. The cylinder is fitted with a perfectly non-conducting and frictionless piston. ഈ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ ഉണ്ടാവും. ഇത് പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആണ്, ഫ്രിക്ഷൻലെസ് ആണെന്നൊക്കെ നമ്മൾ അസ്യൂം ചെയ്യുക. അതാണ് പറയുന്നത് ഇതൊരു തിയററ്റിക്കൽ ഐഡിയൽ ഹീറ്റ് എഞ്ചിനാണ്. ഫ്രിക്ഷൻലെസ് ആണ്. ഫ്രിക്ഷൻ കൊണ്ടുള്ള എനർജി ലോസ് ഒന്നും ഈ ഒരു പ്രോസസ്സിൽ, അതായത് ഈ ഒരു കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസിനെ കുറയ്ക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഒരു അസംഷൻ മാത്രമാണ്. അത് ആക്ച്വലി ദർ വിൽ ബി ഫ്രിക്ഷൻ ആൻഡ് ദർ വിൽ ബി എനർജി ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ എക്സെട്ര. അപ്പം നമ്മളൊരു ഐഡിയൽ എഞ്ചിൻ ഹീറ്റ് എഞ്ചിൻ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ എന്നാണ് പറയുന്നത്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ഹീറ്റ് എഞ്ചിൻ ഇസ് എ സോഴ്സ്. ഇതാണ് സോഴ്സ്. ഈ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഹീറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് എഞ്ചിൻ ഇസ് എ ഡിവൈസ് വിച്ച് ഇസ് യൂസ് ടു കൺവേർട്ട് ഹീറ്റ് എനർജി ഇൻ ടു മെക്കാനിക്കൽ എനർജി. അപ്പം ഒരു ഹോട്ട് ബോഡിയിൽ നിന്നാണ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് കുറച്ച് വർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഹീറ്റിനെ എന്ന് പറഞ്ഞിട്ട് കോൾഡ് ബോഡിയിലിട്ട് റിജക്റ്റ് ചെയ്യും. അതാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ഹോട്ട് ബോഡിയിൽ നിന്ന് മാത്രമേ ഹീറ്റ് അബ്സോർപ്ഷൻ പോസിബിൾ ആവുള്ളൂ, അല്ലേ? നമ്മൾ പിന്നെ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ പഠിച്ചു. ഹീറ്റ് എടുക്കണമെങ്കിൽ നമുക്കൊരു ഹോട്ട് ബോഡിയിൽ നിന്ന് എടുത്തിട്ട് കോൾഡ് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനേ പറ്റൂ. അപ്പോൾ ഹീറ്റ് എവിടുന്നാണോ ഹീറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഹീറ്റ് കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുക. ഇറ്റ്സ് മെയിൻറ്റെയിൻഡ് അറ്റ് എ ടെമ്പറേച്ചർ T1. അപ്പോൾ ഈ സോഴ്സാണ് ഹീറ്റിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുക. അതായത് ഈ ഹീറ്റ് എഞ്ചിൻ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ആ ഒരു പാർട്ടിനെയാണ് നമ്മൾ സോഴ്സ് എന്ന് പറയുക. ഇറ്റ് ഈസ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ T1. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ വേറൊരു പ്രത്യേകത, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രത്യേകത, ഈ സോഴ്സ് ഇസ് എ ബോഡി ഹാവിങ് ആൻ ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി. ഇതിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോഴ്സ് ഇസ് എ ബോഡി അറ്റ് എ source is a body, it is a hot body of infinite heat capacity. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് എന്താണെന്ന് പറയാം, ഒരു ബോഡീൻ്റെ ടെമ്പറേച്ചർ ഉയർത്താനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ ആവശ്യമായിട്ടുള്ള ഹീറ്റാണ്. അപ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുക, സോഴ്സിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഹീറ്റ് എടുത്താൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? ഒരു ബോഡിയിൽ നിന്ന് നമ്മൾ ഹീറ്റ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഇരുന്നാൽ അതിൻ്റെ ടെമ്പറേച്ചർ കുറയും. അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു പോയാൽ പിന്നെ അതിന് സോഴ്സായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിക് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്. ഒരു സൈക്കിൾ കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സോഴ്സായിട്ട് നിൽക്കണം. സിങ്ക് എന്ന് പറയുന്ന ബോഡി എപ്പോഴും സിങ്കായിട്ട് നിൽക്കണം. സോഴ്സ് എപ്പോഴും സോഴ്സായിട്ട് നിൽക്കണമെങ്കിൽ അതിന് എപ്പോഴും ഹൈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതായത് അതിൻ്റെ അകത്ത് നിന്ന് എത്ര ഹീറ്റ് എടുത്താലും അതിൻ്റെ ടെമ്പറേച്ചർ വല്ലാണ്ട് കുറയാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ ബോഡി ഓഫ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി. ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റ് ഹീറ്റ് അതിൻ്റെ അകത്ത് നിന്ന് എടുക്കുകയോ അല്ലെങ്കിൽ അതിലേക്ക് കൊടുക്കുകയോ വേണം. പിന്നല്ലേ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ദ ടെമ്പറേച്ചർ ആണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി മീൻസ് എത്രയൊക്കെ നമ്മൾ ഹീറ്റ് അതിൻ്റെ അകത്ത് നിന്ന് എടുത്താലും ആ ഹോട്ട് ബോഡീൻ്റെ ടെമ്പറേച്ചർ കുറയുന്നില്ല. ഇതേപോലെ തന്നെയാണ് സിങ്കിനും, അത് നമുക്ക് പറയാം. സോ സോഴ്സ് ഇസ് എ ഹോട്ട് ബോഡി ഓഫ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് ടെമ്പറേച്ചർ T1. ഈ T1 എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹയർ ടെമ്പറേച്ചർ. Any amount of heat can be drawn
from the source without changing its temperature. That is the meaning of a body of infinite heat capacity. ദെൻ തേർഡ് വൺ ഇസ് എ സിങ്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ സോഴ്സ്. ഈ സോഴ്സിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ വോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കും. ഇതിൻ്റെ സൈഡ്സും ബോട്ടവും പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അതാണ് സൈഡ്സും ബോട്ടവും. പക്ഷേ ടോപ്പ് പോർഷൻ കണ്ടക്റ്റിംഗ് ആണ്. ഇതെന്തിനാണ് വെക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് എടുത്ത് സോസിൻ്റെ മുകളിൽ വെക്കുകയും സിങ്കിൻ്റെ മുകളിൽ വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സോസിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന് സോസിൻ്റെ അകത്തുനിന്ന് ഹീറ്റ് എടുക്കാൻ പറ്റണം. അപ്പോൾ ഹീറ്റ് എടുക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചാൽ ഹീറ്റ് എടുക്കണമെങ്കിൽ ഈ ഭാഗം അതായത് ഇതിൻ്റെ ബോട്ടം പോർഷനും ഇതിൻ്റെ ടോപ്പ് പോർഷനും കണ്ടക്റ്റിംഗ് ആണോ. നോൺ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണോ? അല്ല. പക്ഷേ വേറെ ഒരു ഭാഗത്തുനിന്നും ഹീറ്റ് നഷ്ടപ്പെടാനും പാടില്ല. അതുകൊണ്ടാണ് വേറെ ഭാഗത്തൊക്കെ ബാക്കിയുള്ള 3 സൈഡും നോൺ കണ്ടക്റ്റിങ്ങും ടോപ്പ് പോർഷൻ മാത്രം കണ്ടക്റ്റിംഗ് ആയിട്ട് വെക്കുന്നത്. അടുത്തത് തേർഡ് പാർട്ട് സിങ്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇതേപോലെ തന്നെ ഇറ്റ്സ് എ ബോഡി ഓഫ് at a lower temperature T2 and having infinite heat capacity. പിന്നെ അതിൻ്റെ പ്രത്യേകത സൈഡ്സ് ആൻഡ് ബോട്ടം ആർ പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആൻഡ് ടോപ്പ് പോർഷൻ ഇസ് കണ്ടക്റ്റിംഗ്. ഇതേപോലെ തന്നെ ടെമ്പറേച്ചർ കുറവായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഫോർത്ത് വൺ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അതിൻ്റെ എല്ലാ ഭാഗവും അതായത് ടോപ്പ് ബോട്ടം എന്നൊന്നുമില്ല, എല്ലാ ഭാഗവും ഇൻസുലേറ്റിംഗ് ആയിരിക്കും, നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും. ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ അഡയബാറ്റിക് ഈ കാർനോട്ട് എഞ്ചിൻ്റെ വർക്കിങ്ങിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ട്. അതിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ആണ് അഡയബാറ്റിക് എക്സ്പാൻഷനും അഡയബാറ്റിക് കംപ്രഷനും. അപ്പോൾ അഡയബാറ്റിക്കലി ഈ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യാനും കംപ്രസ് ചെയ്യാനും ഒക്കെ ഇതിൻ്റെ മുകളിലാണ് വയ്ക്കുക. കാരണം അഡയബാറ്റിക് പ്രോസസ്സിൽ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കരുത്. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈ സിലിണ്ടറിനെ, അതായത് നമ്മുടെ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനെ നേരെ ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വയ്ക്കുക ചെയ്യുക. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതും പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ അതാണ് നാലാമത്തത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. This is a perfectly insulating stand so that the gas can undergo adiabatic changes when the cylinder is placed on it. അപ്പോൾ ഈ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ ഇൻസുലേറ്റിംഗ് സിലിണ്ടർ. അതിനകത്തായിരിക്കും നമ്മുടെ ഗ്യാസ് ഉണ്ടാവുക. ഈ ഇൻസുലേറ്റിംഗ് സിലിണ്ടറിൻ്റെ പ്രത്യേകത അതിൻ്റെ സൈഡ് വോൾസും ടോപ്പ് പോർഷനും പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് ആയിരിക്കും. ബോട്ടം പാർട്ട് കണ്ടക്റ്റിംഗ് ആണ്. This cylinder will be provided with a piston which is also non-conducting. Then we will be having a source. It's a body of high temperature and having infinite heat capacity. The sourceൻ്റെ പ്രത്യേകത side walls and bottom portion are non-conducting and the top portion is conducting. Then sink, it's a body of a lower temperature T2 and having infinite heat capacity. Sides and bottom are non-conducting and top portion is conducting. Then an insulating stand which is fully non-conducting, made up of insulating material, and when the working substance is placed on the insulating stand it can undergo adiabatic process. Okay. ഇനി നമുക്ക് ഏതൊക്കെ സ്റ്റേജസ് ഞാൻ പറഞ്ഞു, ഡിഫറെൻറ്റ് സ്റ്റേജസ് കൂടെ കടന്നു പോയിട്ട് ഒരു സൈക്ലിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക ഈ ഹീറ്റ് എഞ്ചിൻ. കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ സൈക്ലിക് ഓപ്പറേഷനാണ്. അതായത് ഒരു പ്രത്യേക പോയിന്റ്, അതായത് ഇതിൻ്റെ അകത്തൊരു വർക്കിംഗ് സബ്സ്റ്റൻസ് ആണല്ലോ വർക്ക് ചെയ്യുന്നത്. വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാസാണ്. ഗ്യാസ് എൻക്ലോസ്ഡ് ഇൻ ദിസ് നോൺ കണ്ടക്റ്റിംഗ് സിലിണ്ടറാണ്. അപ്പോൾ ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു, പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. അങ്ങനെ ഒരു സൈക്ലിക് ഓപ്പറേഷൻ നടത്തിയിട്ട് ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷനിൽ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഉണ്ടാവും. ആക്ച്വലി ഈ കാർനോട്ട് എഞ്ചിന് 4 സ്റ്റേജസാണ് ഉള്ളത്. 4ാമത്തെ പ്രോസസ്സും കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണോ തുടങ്ങിയത്, ഗ്യാസിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്താണോ അവിടേക്ക് തന്നെ തിരിച്ചെത്തും. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്സാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. അതിനെ സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയും. So the working of a Carnot engine. In order to obtain continuous supply of work, the working substance is subjected to the following cycle of operations known as Carnot cycle. കാർനോട്ട് സൈക്കിൾ ഓഫ് ഓപ്പറേഷൻസ് കൺസിഡർ. അപ്പോൾ നമുക്ക് എന്താണ് ഈ കാർനോട്ട് സൈക്കിൾ എന്നുള്ളതാണ് ഇവിടെ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് 4 സ്റ്റേജസാണ് ഉള്ളത്. ഇനിഷ്യലി ഗ്യാസ് ഈ പോയിന്റിലാണ്, അതായത് ഇവിടെ ആയിരിക്കും അതായത് പി വി ഡയഗ്രത്തിൽ നമുക്ക് ഗ്യാസിൻ്റെ സ്റ്റേറ്റ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറൊക്കെ പറയണം. അപ്പോൾ ഇനിഷ്യൽ പോയിന്റിന് നമ്മൾ ഈ പോയിൻ്റായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. എ എന്ന് പറഞ്ഞ പോയിൻ്റായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവിടുന്ന് ആദ്യം ഇത് ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യും, എന്നിട്ട് പോയിന്റ് ബി എത്തും. ദെൻ ഇവിടുന്ന് അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വോളിയം കൂടുക നോക്കിയാൽ മതി. എന്നിട്ട് അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യും, സിയിലെത്തും. പിന്നെ ഐസോതെർമലി കംപ്രസ് ചെയ്യും, അപ്പോൾ വോളിയം കുറഞ്ഞിട്ട് ഡിയിലെത്തും. പിന്നെ ഒന്നുകൂടെ കംപ്രസ് ചെയ്യും, പക്ഷേ അത് അഡയബാറ്റിക്കലിയാണ്. എന്നിട്ട് തുടങ്ങിയ പോയിൻ്റ് എയിലേക്ക് തന്നെ എത്തും.
ഇതിനാണ് കാർനോട്ട് സൈക്കിൾ എന്ന് പറയുക. ഈ കാർനോട്ട് സൈക്കിളിൽ 4 സ്റ്റേജസാണ് ഉള്ളത്. ഐസോതെർമൽ എക്സ്പാൻഷൻ, അഡിയാബാറ്റിക് എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ ആൻഡ് അഡിയാബാറ്റിക് കംപ്രഷൻ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് ഈ ഗ്യാസിനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, കംപ്രസ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത്. ഈ ഗ്യാസ് എന്ന് പറയുന്നത് let us consider that the cylinder contains 1 mole of a perfect gas as the working substance. ഈ 1 mole ഒക്കെ നമ്മളുടെ ഡെറിവേഷൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് ഗ്യാസ് വെച്ചിട്ടുണ്ടാവുക, അതാണ് നമ്മുടെ വർക്കിംഗ് സബ്സ്റ്റൻസ്. അപ്പോൾ ആ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് 1 mole of a പെർഫെക്റ്റ് ഗ്യാസ് ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, റിയൽ ഗ്യാസ് അല്ല, പെർഫെക്റ്റ് ഗ്യാസ് ആണ്. ആ ഇക്വേഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. തിയറട്ടിക്കൽ എൻജിനാണല്ലോ. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേജായിട്ട് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ ഈ ഡയഗ്രാമൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇനിഷ്യലി ഞാൻ പറഞ്ഞു, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്യാസിനൊരു പെർട്ടിക്കുലർ, അതായത് ഈ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഗ്യാസ് ഉള്ളത്. ഈ ഗ്യാസിനൊരു പെർട്ടിക്കുലർ പ്രഷറും പെർട്ടിക്കുലർ വോളിയം പെർട്ടിക്കുലർ ടെമ്പറേച്ചറും ഉണ്ടാവും. അതാണ് ഈ പോയിൻ്റോട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രഷർ ഇസ് ടേക്കൺ ആസ് P1, വോളിയം ഇസ് ടേക്കൺ ആസ് V1, ഇനീഷ്യൽ വാല്യൂ ഏതാണ് 1 എടുക്കുന്നത്, ആൻഡ് ടെമ്പറേച്ചർ ഇസ് ടേക്കൺ ആസ് T1 കെൽവിൻ. ആൻഡ് ദിസ്, ഇപ്പോൾ ഇത് വർക്കിംഗ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ സിലിണ്ടറിൻ്റെ ഉള്ളിലാണ്. എന്നിട്ട് ഫസ്റ്റ് സ്റ്റേജിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഈ സിലിണ്ടർ എടുത്തിട്ട്, ഇവിടെയാണ് നമ്മളെ സിലിണ്ടർ, ഇവിടെ നമ്മുടെ സോഴ്സ് ഉണ്ട്, ഇവിടെ നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലേ, പിന്നെ ഇവിടെ നമ്മൾ സിങ്ക് ഉണ്ട്. ഇത് സോഴ്സ്, ഇത് സിങ്ക്. ദിസ് ഈസ് എ ടെമ്പറേച്ചർ T1, ദിസ് ഈസ് എ ടെമ്പറേച്ചർ T2. ഇതിൻ്റെ സൈഡ്സൊക്കെ പറഞ്ഞു. ഈ സൈഡ്സും ഈ ഭാഗമൊക്കെ നോൺ കണ്ടക്റ്റിംഗ് ആണ്, ടോപ്പ് പോർഷൻ കണ്ടക്റ്റിംഗ് ആണ്. ഇവിടെ അങ്ങനെ തന്നെ ഈ ഭാഗം, ഈ ബോട്ടം പോർഷനും ഇതും നോൺ കണ്ടക്റ്റിംഗ് ആണ്. ഇതിൻ്റെ ആണെങ്കിലോ സൈഡും ടോപ്പും മാത്രമാണ് നോൺ കണ്ടക്റ്റിംഗ്, ബോട്ടം കണ്ടക്റ്റിംഗ് ആണ്. അപ്പം ഇനിഷ്യലി ഇതിൻ്റെ അകത്തുള്ള ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ T1 തന്നെയാണ് നമ്മൾ എടുക്കുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ്. ഇനിഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഇസ് ടേക്കൺ ആസ് T1. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ സിലിണ്ടറിനടുത്ത് നമ്മൾ സോഴ്സിൻ്റെ മേലെ കൊണ്ടുവച്ചു, എന്നിട്ട് എന്ത് ചെയ്യും, ഐസോതെർമലി, അതായത് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഉണ്ട്. ഗ്യാസിൻ്റെ പ്രത്യേകത, അതിൻ്റെ പ്രഷർ P1, വോളിയം V1, ടെമ്പറേച്ചർ T1, വിച്ച് ഇസ് ഈക്വൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് ഇറ്റ് സെൽഫ്. ഇനി എന്താ ചെയ്യുക, ഇതിനെ നമ്മൾ സ്ലോലി എക്സ്പാൻഡ് ചെയ്യിക്കുക. അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, വോളിയം കൂടും, പ്രഷർ കുറയും, ടെമ്പറേച്ചറോ കുറയാൻ സാധ്യത ഉണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പം. പക്ഷേ ഇത് സോഴ്സിൻ്റെ മുകളിലാണ് വെച്ചത്, വളരെ സ്ലോ ആയിട്ടാണ് എക്സ്പാൻഡ് ചെയ്യിക്കുന്നത്. ഈ 2 ഭാഗവും കണ്ടക്റ്റിംഗ് ആണ്. അപ്പോൾ ഈ ടെമ്പറേച്ചർ കുറയുമ്പോൾ, അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ നാച്ചുറലി കുറയും. പക്ഷേ ഇതെന്ത് ചെയ്യും, ഇത് പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് ആയിട്ടുള്ളൊരു മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ച്, ഇതിപ്പോൾ രണ്ടും സെയിം ടെമ്പറേച്ചറാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്താ ഉണ്ടാവുക, ഹീറ്റും എല്ലാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോവും. ഇതിനെ കുറയാൻ സമ്മതിക്കില്ല. ഇത് എപ്പോഴും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാക്കി മെയിൻറ്റെയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, സോഴ്സിൽ നിന്ന് ഒരു ഹീറ്റ് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിലേക്ക് ഫ്ലോ ചെയ്യും. അതാണ് ആ പ്രോസസ്സിനാണ് നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ദ സിലിണ്ടർ കണ്ടെയ്നിങ് ദ ഗ്യാസ് ഇസ് പ്ലേസ്ഡ് ഓൺ ദ സോഴ്സ് ആൻഡ് ഇസ് അലൗഡ് ടു എക്സ്പാൻഡ് ഐസോതെർമലി. അപ്പോൾ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുന്ന സെയിം ടെമ്പറേച്ചർ ആയി കീപ്പ് ചെയ്തുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യിക്കുക. അപ്പോൾ എക്സ്പാൻഷനാണ് ആക്ച്വലി സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ്റെ സമയത്ത് ടെമ്പറേച്ചർ കുറയാൻ സാധ്യതയുണ്ട്. പക്ഷേ ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് ഹീറ്റ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും ടു കീപ് ദ ടെമ്പറേച്ചർ എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഫൈനലി ഇതൊരു എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രഷർ കുറഞ്ഞ് ഇവിടെ എത്തുക, വോളിയം കൂടിയിട്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് Q1 ഇത് മൊത്തത്തിൽ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഓപ്പറേഷൻ. 4 ഓപ്പറേഷൻസിലെ ഫസ്റ്റ് സ്റ്റേജ് ഐസോതെർമൽ എക്സ്പാൻഷൻ. സോ ദ സിലിണ്ടർ കണ്ടെയ്നിങ് ദ ഗ്യാസ് അറ്റ് T1 കെൽവിൻ, ഗ്യാസിൻ്റെ ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 ആണ്, അത് ഓർത്ത് വെക്കണം, ഇസ് പ്ലേസ്ഡ് ഓൺ ദ സോഴ്സ്. The initial pressure and volume of the gas are P1 and V1 respectively. Point A കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്തത്. The gas is allowed to expand isothermally until its pressure becomes P2. അതായത് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ഫൈനലി വോളിയം V2 ആവും, കൂടിയിട്ട് V2 ആവും, പ്രഷർ കുറഞ്ഞിട്ട് P2 കണ്ടോ. പ്രഷർ നേരത്തെ ഇത്രയും ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞിട്ട് ഈ പോയിന്റിലെത്തി അല്ലേ. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പ്രഷർ
ഇവിടെ എത്തി, ദാറ്റ് ഇസ് P2, ആൻഡ് വോളിയം ഇൻക്രീസ് ചെയ്തിട്ട് V2 ആവും. It is represented by the point B. Let Q1 be the amount of heat absorbed from the source during isothermal expansion. Then the work done by the gas during this expansion is given by, work done എങ്ങനെയാണ് കാണാൻ, ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ഐസോതെർമൽ ആണ്. നമുക്ക് ഫസ്റ്റ് ലോ പ്രകാരം എന്താണ്, ഡി ക്യു is equal to du പ്ലസ് പി ഡി വി, ദാറ്റ് ഇസ് ഡി ക്യു is equal to du എന്ന് പറഞ്ഞാൽ സി വി ഡി ടി അല്ലേ, ഫസ്റ്റ് ലോ അങ്ങനെയല്ലേ എഴുതുക, പ്ലസ് വർക്ക് ഡൺ. അപ്പോൾ ഇവിടെ ഐസോതെർമൽ ആയതുകൊണ്ട് വർക്ക് സി വി ഡി ടി 0 ആയിരിക്കും. സോ യു വിൽ ഗെറ്റ് ടോട്ടൽ ഹീറ്റ് അബ്സോർബ്ഡ്, ദാറ്റ് ഇസ് ഇൻ ദിസ് കേസ് Q1 is equal to ടോട്ടൽ വർക്ക് ഡൺ, ലെറ്റ് us take it as W1. അതാണ് ഇവിടെ എഴുതിയത്. Q1 ഈക്വൽ ടു W1 ഈക്വൽ ടു, എങ്ങനെയാണ് കാണുക, W1 കാണാനുള്ള ഫോർമുല ഒരു ഐസോതെർമൽ പ്രോസസ്സിൻ്റെ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻറ്റഗ്രൽ V1 to V2 PdV അല്ലേ. ഇസ് ഈക്വൽ ടു എന്താ ഫോർമുല, ഏത് ടെമ്പറേച്ചറിലാണോ നടക്കുന്നത് ആ ടെമ്പറേച്ചർ RT എന്ന് എഴുതുക. ഇവിടെ ടെമ്പറേച്ചർ T1ലാണ് നടക്കുന്നത്, RT1 ln ഇവിടുത്തെ ടെമ്പറേച്ചർ V2/V1, RT1 ln V2/V1. ഇതാണ് Q1 കാണാനുള്ള ഫോർമുല. നമുക്ക് ഓൾറെഡി അറിയുന്ന ഫോർമുലയാണ്. അപ്പോൾ എത്രയാണ് വാല്യൂ ഒക്കെ കൊടുത്താൽ മതി. ടെമ്പറേച്ചർ ഇവിടെ T1 ആണ്, ഫൈനൽ വോളിയം V2, ഇനിഷ്യൽ വോളിയം V1 ആണ്. ഇങ്ങനെ നമുക്ക് മാത്തമാറ്റിക്കലി വർക്ക് ഡൺ കാണാൻ പറ്റും. ഇനി പി വി ഡയഗ്രാം വെച്ചിട്ട് വർക്ക് ഡൺ കാണെങ്കിലോ, ഏരിയ അണ്ടർ ദ കേർവ് അല്ലേ വർക്ക് ഡൺ. അപ്പം നമ്മൾ ഈ പ്രോസസ്സിനെ കാണിക്കുന്ന കേർവ് ഏതാ, AB എന്ന് പറഞ്ഞ കേർവാണ്. അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും ഏരിയ, ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയ ആണ് അതിൻ്റെ താഴെയുള്ള ഏരിയ, അതായത് ഇത് മുതൽ ഇതുവരെ. ഓക്കെ, ഇത്രയും ഏരിയനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏരിയ ഓഫ് ദ ഏരിയ, ദാറ്റ് ഇസ് എ ബി, താഴത്തേക്ക് വരച്ചിട്ട് ഈ പോയിൻ്റ് ജിയിൽ മുട്ടുകയാണെങ്കിൽ GEA അല്ലേ, ഏരിയ ഓഫ് ദ ലൂപ്പ് ABGEA. അത്രയും നമുക്ക് കിട്ടി ഫസ്റ്റ് സ്റ്റേജ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റേജ് നോക്കാം, അഡിയബാറ്റിക് എക്സ്പാൻഷൻ. ഐസോതെർമൽ കഴിഞ്ഞു, ഇപ്പോൾ എവിടെയാണ് ഗ്യാസ് നിൽക്കുന്നത്, ഈ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി എന്താ ചെയ്യുക, നമ്മളെ സോഴ്സ് ഉണ്ട് ഇവിടെ, നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ, സിങ്ക് ഇവിടെ ഉണ്ട്, നമ്മളെ വർക്കിംഗ് സബ്സ്റ്റൻസ് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് അല്ലേ, എവിടെ നിന്നാണ് സിലിണ്ടർ ഉള്ളത്. ഈ സിലിണ്ടറിനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇവിടെ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇത് ഒരു നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് വെച്ചത്. എന്നിട്ട് പെട്ടെന്ന് ഇതിനെ എക്സ്പാൻഡ് ചെയ്യിക്കാം. അതാണ് അഡിയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, വോളിയം ഇപ്പോൾ V2ലാണ് ഉള്ളത്, അത് കുറഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യിക്കാണ് കൂടിയിട്ട് V3 ആവും. പ്രഷർ ഇപ്പോൾ P2ലാണുള്ളത്, അത് എക്സ്പാൻഡ് ചെയ്യുമ്പം കുറഞ്ഞിട്ട് P1 ആവും. ടെമ്പറേച്ചർ ഇപ്പം T1 ആണുള്ളത്. അപ്പോൾ പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുക, ഹീറ്റ് കൊടുക്കാൻ ആരുമില്ല, കാരണം നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാൻഡിൻ്റെ മുകളിലാണ് വെച്ചത്. അപ്പോൾ എന്താ, ടെമ്പറേച്ചർ കുറയില്ലേ, കുറയും. ഏത് വരെ കുറയ്ക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അഡിയബാറ്റിക് ആണ്. നമ്മൾ ഏത് വരെയാണ് കുറയ്ക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ടെമ്പറേച്ചർ T1 ആണുള്ളത്, ആ ടെമ്പറേച്ചർ T2 ആവുന്നത് വരെ ഇത് എക്സ്പാൻഡ് ചെയ്യിക്കും. ഈ T2 എന്ന് പറയുന്നത് ആക്ച്വലി സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. ഇതിപ്പോൾ ഒരു 1000 കെൽവിനാണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ഒരു 400 കെൽവിനോ അല്ലെങ്കിൽ 300 കെൽവിനോ ആണെന്ന് വിചാരിക്കുക. അപ്പം ആദ്യം ഈ ഓപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെ ടെമ്പറേച്ചർ 1000 ആയിരുന്നു. ഇതിൻ്റെ മുകളിൽ വെച്ച് ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോഴും 1000 തന്നെയായിട്ട് നിൽക്കും. പിന്നെ നമ്മൾ നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യിക്കുക. ഏതുവരെ എക്സ്പാൻഡ് ചെയ്യിക്കണം, അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് 400 ആവുന്നത് വരെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യിക്കണം. അപ്പം ടെമ്പറേച്ചർ T1 നിന്ന് T2 ആവുന്നത് വരെ, വേർ T2 ഇസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ സിങ്ക്, ഇതിനെ എക്സ്പാൻഡ് ചെയ്യിക്കണം. So the cylinder is now removed from the source and is placed on the non-conducting platform and allowed to expand adiabatically until its temperature falls to T2 Kelvin. അപ്പോൾ let P3 be the pressure. അപ്പോൾ പ്രഷർ കുറഞ്ഞിട്ട് ഇവിടെ കാണിച്ചില്ലേ, P3 ആവും, വോളിയം V3 ആവും, and V3 be the volume of the gas now. That is point C. The work done by the gas during this process എങ്ങനെ ചെയ്യാം, work done അഡിയബാറ്റിക് പ്രോസസ്സിൽ വർക്ക് ഡൺ കാണാനുള്ള ഫോർമുല ഇൻ്റഗ്രൽ V2 to V3 PdV തന്നെയാണ്. അതിൻ്റെ ഫോർമുല R ഇൻറ്റു ഇനിഷ്യൽ ടെമ്പറേച്ചർ. ഇവിടെ ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്താ, T1 മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ T2 ബൈ ഗാമ മൈനസ് 1 ആണ്. ഇതാണ് അഡിയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് കാണാനുള്ള ഫോർമുല, നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ച്. ഇനി നോക്കൂ, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഈ ഒരു പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കേർവ് ഏതാ, BC എന്ന് പറഞ്ഞ കേർവാണ്. അപ്പം ആ കേർവിൻ്റെ ചുവടുള്ള ഏരിയ കണ്ടാലും കിട്ടില്ലേ PV ഡയഗ്രത്തിൽ നിന്ന്, മാത്തമാറ്റിക്കലി അല്ലാണ്ട്. അതിൻ്റെ ചുവടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഞാനിപ്പോൾ വരച്ച് കാണിക്കുന്ന ഏരിയ അല്ലേ, ആ കേർവിൻ്റെ താഴെയുള്ള ഏരിയ.
അതെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഏരിയ ബി സി എച്ച് ജി ബി, ബി സി എച്ച് ജി ബി അതായിരിക്കും ഏരിയ. രണ്ടാമത്തെ പാർട്ടിന് രണ്ടാമത്തെ സ്റ്റേജിലുള്ള വർക്ക് ഡൺ. നമുക്ക് എന്താ കാണേണ്ടത്? മൊത്തം വർക്ക് ഡൺ കാണണം, അത് വെച്ചിട്ട് എഫിഷ്യൻസി ഒക്കെ കാണണം. അപ്പോൾ ആ ഡെറിവേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുകയാണ്. ഈ മൂന്നാമത്തെ സ്റ്റേജ് ഐസോതെർമൽ കംപ്രഷൻ. അപ്പം ഇപ്പം എന്തൊക്കെയാണുള്ളത്? ഇത് നമ്മുടെ സോഴ്സ് ഇവിടെ ഉണ്ട്, നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോം ഇവിടെ ഉണ്ട്, സിങ്ക് ഇവിടെ ഉണ്ട്. ഇതാണ് സിങ്ക്, T2 ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. ഇതാണ് സോഴ്സ്, ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ്. ഇപ്പം വർക്കിംഗ് സബ്സ്റ്റൻസിൻ്റെ അവസ്ഥ എന്താ? ടെമ്പറേച്ചർ T2ലാണ് നിൽക്കുന്നത് അല്ലേ, ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇനി അടുത്ത സ്റ്റേജിൽ എന്ത് ചെയ്യും? ഈ വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്തിട്ട് നമ്മൾ, അതായത് വർക്കിംഗ് സബ്സ്റ്റൻസിനെ എടുത്തിട്ട് ഇതല്ലേ ഗ്യാസ് പ്രൊവൈഡഡ് സിലിണ്ടർ പ്രൊവൈഡഡ് വിത്ത് എ പിസ്റ്റൺ, ഇവിടെയാണ് വർക്കിംഗ് സബ്സ്റ്റൻസ്. ഇപ്പോൾ T2 ടെമ്പറേച്ചറിലാണുള്ളത്. അതെടുത്ത് സിങ്കിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കും. ദിസ് ഇസ് അറ്റ് ഇപ്പോഴുള്ള ടെമ്പറേച്ചർ T2 ആണ്, സിങ്കിൻ്റെ ടെമ്പറേച്ചറും T2 ആണ്. എന്നിട്ട് നമ്മളിതിനെ ഐസോതെർമലി കംപ്രസ് ചെയ്യും. ഓക്കെ, കാരണം സൈക്കിൾ കഴിഞ്ഞിട്ട് മുഴുവൻ തുടങ്ങിയിടത്തേക്ക് തന്നെ എത്തിക്കണം. ഇപ്പോൾ ഇത് നല്ല എക്സ്പാൻഡഡ് അവസ്ഥയില്ല, 2 എക്സ്പാൻഷൻ കഴിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി നീ കംപ്രസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ എയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കംപ്രഷനാണ് ഐസോതെർമൽ കംപ്രഷൻ. ആ പേര് പോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ മുകളിൽ വയ്ക്കും, എന്നിട്ട് കംപ്രസ് ചെയ്യും. കംപ്രസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? വോളിയം കുറയും, പ്രഷർ കൂടും, ടെമ്പറേച്ചർ ടെൻസ് ടു ഇൻക്രീസ് കംപ്രസ് ചെയ്യുമ്പം. പക്ഷേ ദിസ് ഈസ് പ്ലേസ്ഡ് ഓൺ എ പെർഫെക്റ്റ്ലി കണ്ടക്റ്റിംഗ് സിങ്ക് അല്ലേ, ഈ രണ്ട് ഭാഗവും കണ്ടക്റ്റിംഗാണ്. അപ്പോൾ ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? കൂടുന്നതിനനുസരിച്ചിട്ട് ഹീറ്റ് രണ്ടും ഇങ്ങനെ ഭയങ്കര തെർമൽ കോണ്ടാക്റ്റിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ ഹീറ്റ് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യേണ്ടി വരും ടെമ്പറേച്ചർ കൂടാതിരിക്കണമെങ്കിൽ. കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ അങ്ങനെ പാർട്ടിക്കിൾ അടുത്ത് വരികയാണ്, ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഒരു സർഫസിൻ്റെ മുകളിൽ വെച്ചത് കാരണം ഹീറ്റിനെ ഇങ്ങോട്ടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഹീറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യും. എന്തിനീ ഫ്ലോ ചെയ്യുന്നത്? ടെമ്പറേച്ചർ എപ്പോഴും ത്രൂ ഔട്ട് ദ പ്രോസസ്സ് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഏത് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം? T2 ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്കും മൊത്തം ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ്, ആ ഹീറ്റിനെ നമുക്ക് Q2 എന്ന് എടുക്കാം. Q2 സിങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ദ പ്രോസസ്സ്. സോ ദ സിലിണ്ടർ ഇസ് നൗ റിമൂവ്ഡ് ഫ്രം ദ ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് and is placed over the sink at T2 Kelvin and the gas is compressed isothermally. Let P4 be the ഈ പ്രോസസ്സ് കഴിയുമ്പോഴത്തേക്ക് പ്രഷറും വോളിയം ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് P4 V4 ആയിട്ടുണ്ടാവും. D എന്ന് പറഞ്ഞ പോയിന്റിലെത്തിയിട്ടുണ്ടാവും. Let P4 be the pressure and V4 be the volume of the gas after compression. Let Q2 be the amount of heat rejected to the sink by the gas during isothermal compression. ഇനി വർക്ക് ഡൺ എങ്ങനെ കാണാം? ഈ പ്രോസസ്സിലുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് Q2 ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ അതേ ആർഗ്യുമെൻറ്റ് പ്രകാരം ഐസോതെർമലാണ്. അപ്പോൾ Q is equal to CVDT plus DW. DT 0 ആയത് കാരണം Q2 എന്ന് പറയുന്നത് DW. ഈ പ്രോസസ്സിലുള്ള ടോട്ടൽ വർക്കിനാണ് നമ്മൾ W3 എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഫോർമുല ശരിക്കും ഇതാണ്. R ഇൻറ്റു ഏത് ടെമ്പറേച്ചറാണ് നടക്കുന്നത്? T2 ഇൻറ്റു LN ഫൈനൽ വോളിയം V4 ബൈ ഇനിഷ്യൽ വോളിയം V3. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതിയതാണ്. ഈ V4 ബൈ V3 എന്നുള്ളതിനെ V3 ബൈ V4 എടുക്കുക. അപ്പോൾ ഒരു മൈനസ് സൈൻ വരും. ആ മൈനസ് സൈനാണ് ഇവിടെ ഇട്ടത്. അതാണ് മൈനസ് RT2 LN V3 ബൈ V4. ഈ മൈനസ് സൈൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഗ്യാസിനെ എക്സ്പാൻഡ് ചെയ്യിക്കുകയാണ്. അപ്പോൾ എക്സ്പാൻഷൻ്റെ സമയത്ത് വർക്ക് ഇസ് ഡൺ ബൈ ദ ഗ്യാസ് ആണ്, ഇറ്റ് ഇസ് ടേക്കൺ ആസ് പോസിറ്റീവ്. പക്ഷേ ഇപ്പോഴോ കംപ്രഷനാണ്, വർക്ക് ഇസ് ഡൺ ഓൺ ദ ഗ്യാസ് ആണ്. സോ ദ വർക്ക് ഡൺ സൈൻ ഷുഡ് ബി ടേക്കൺ ആസ് നെഗറ്റീവ്. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് അതിന് പകരം ഇവിടെ മാറ്റി എഴുതിയത്. അപ്പം മൈനസ് RT2 LN V3 ബൈ V4 എന്ന് എഴുതാം. അതിനെങ്ങനെ കാണാം? ഏരിയ വെച്ചിട്ട് നമ്മളിപ്പോഴത്തെ പ്രോസസ്സിനെ കാണിക്കുന്ന കേവ് ഇതല്ലേ, CD എന്ന് പറഞ്ഞ കേവാണ്. CD എന്ന് പറഞ്ഞ കേവിൻ്റെ താഴെയുള്ള ഏരിയ. അപ്പോൾ CDൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇത്രയും ഏരിയ. അത് എത്രയും വരിക? അല്ല, CD എന്ന് പറഞ്ഞാൽ ഇവിടെ വരെയുണ്ട്, സോറി. ഇത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഇവിടുന്ന് തുടങ്ങുകയാണെങ്കിൽ CHFDC. That will be the work done during the third stage.
നമുക്ക് ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ ഡിയിലാണ് നിൽക്കുന്നത്, എവിടെ എത്തിക്കണം, എയിലെത്തിക്കണം. അപ്പോൾ കുറച്ചുകൂടെ കംപ്രസ് ചെയ്യാനുണ്ട് അല്ലേ. അത് പക്ഷേ എങ്ങനെയാണ് കംപ്രസ് ചെയ്യിക്കുന്നത്? അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ, ഇപ്പോൾ ഇവിടെ ഉള്ള ഇതിനെ എവിടെ കൊണ്ടുവയ്ക്കണം? അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യണമെങ്കിൽ തിരിച്ച് നമ്മൾ നോൺ കണ്ടക്റ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് അങ്ങോട്ട് പെട്ടെന്ന് കംപ്രസ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നോൺ കണ്ടക്റ്റിംഗ് ബേസിൻ്റെ മുകളിൽ നിൽക്കുന്ന കാരണം ഹീറ്റൊന്നും ട്രാൻസ്ഫർ പോസിബിൾ അല്ല. അപ്പം ഇപ്പോൾ ടെമ്പറേച്ചർ T2-ലല്ലേ നിൽക്കുന്നത്. ഇത് പ്രോസസ്സ് കഴിയുമ്പം ഇവിടെ നോക്കൂ, ഐസോതെർമലാണ്. ഇവിടെ നോക്കൂ, ഇത് നോക്കിയാൽ മതി. ആ ടെമ്പറേച്ചർ ഞാൻ ഇവിടെ എഴുതാൻ വിട്ടുപോയതാണ്. ഇനീഷ്യൽ ടെമ്പറേച്ചർ T1. ഈ പ്രോസസ്സ് കഴിയുമ്പോൾ ടെമ്പറേച്ചർ T1-ൽ തന്നെ നിൽക്കുന്നു. പിന്നെ നമ്മൾ അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യിക്കുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞ് T2-ൽ നിൽക്കുന്നു. പിന്നെ നമ്മൾ ഐസോതെർമലി തന്നെയാണ് കംപ്രസ് ചെയ്യിക്കുന്നത്. അപ്പം ടെമ്പറേച്ചർ ഇവിടെ നിന്നും T2 തന്നെ. അപ്പോൾ ഇവിടെ T2 എന്ന് പറഞ്ഞാൽ ചെറിയ ടെമ്പറേച്ചറാണ്, T1 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ടെമ്പറേച്ചറാണ്. അപ്പോൾ കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടി T1 ആവും, പ്രഷർ കൂടിയിട്ട് P1 ആവും, വോളിയം കുറഞ്ഞിട്ട് V1 ആവും. അതാവുന്നത് വരെ അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്യുക ഫോർത്ത് സ്റ്റേജിൽ. ഓക്കെ, ഇതാണ് ഈ അഡയബാറ്റിക് കംപ്രഷനെ കാണിക്കുന്ന സ്റ്റേജ്. വർക്ക് ഡൺ കാണാനുള്ള ഫോമുല എഗെയിൻ അഡയബാറ്റിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുകയാണെങ്കിൽ R ഇൻറ്റു ഇനീഷ്യൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡിയിലുള്ള ടെമ്പറേച്ചർ, ദാറ്റ് ഇസ് T2 മൈനസ് ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞ പോയിൻറ്റ് T1 ബൈ ഗാമ -1 ആണ്. ഇതിനെ നമ്മൾ മാറ്റി എഴുതാൻ വേണ്ടിയിട്ട് മൈനസ് പുറത്തെടുത്താൽ -R ഇൻറ്റു T1 മൈനസ് T2 ബൈ ഗാമ -1. അതാണ് ഇവിടെ എഴുതിയത്, -R ഇൻറ്റു T1 മൈനസ് T2 ബൈ ഗാമ -1. എഗെയിൻ മൈനസ് സൈൻ ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പ്രോസസ് ഇസ് കംപ്രഷൻ. ഈ കർവിൻ്റെ ഏരിയ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാം? കർവിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ താഴെയുള്ള ഏരിയ, ദാറ്റ് ഇസ് AD. ഇപ്പോൾ എവിടുന്ന തുടങ്ങിയത്? D എന്നാണ് തുടങ്ങിയത്. DFEAD. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് തിരിച്ചെത്തി, നമ്മളെ പോയിന്റിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. സോ ആഫ്റ്റർ പെർഫോമിംഗ് ദ 4 ഓപ്പറേഷൻസ് ദ സിസ്റ്റം കംസ് ബാക്ക് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ്, ദസ് കംപ്ലീറ്റിംഗ് 1 സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ 4 സ്റ്റേജസ് ഇപ്പോൾ വർക്കിംഗ് മാത്രമായിട്ടേ ഉള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് മാത്തമാറ്റിക്കലി ഇതിൻ്റെ എഫിഷ്യൻസിൻ്റെ ഒക്കെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയൊക്കെയാണ്, 4 സ്റ്റേജസ് ആണ്. ആദ്യം ഏതൊക്കെയാണ്? കാർനോട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താ? എഞ്ചിൻ എന്ന് പറയുന്നത് ഹീറ്റ് എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുന്നതാണ്. അതായത് ഹീറ്റ് എനർജി, ഒരു ഗ്യാസ് ഹീറ്റ് എനർജി എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ വർക്കാക്കി മാറ്റുക, അങ്ങനത്തെ ഡിവൈസാണ് ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഒരു ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ, ഒരു തിയററ്റിക്കൽ ഹീറ്റ് എഞ്ചിനാണ് കാർനോട്ട് എഞ്ചിന്. അത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞു. സോഴ്സ്, സിങ്ക്, നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോം, പിന്നെ ഒരു വർക്കിംഗ് സബ്സ്റ്റൻസ് എൻക്ലോസ്ഡ് ഇൻ എ സിലിണ്ടർ. ഇത്രയാണ് 4 ഇമ്പോർട്ടൻറ്റ് പാർട്സ്. പിന്നെ അതിന് 4 സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഈ 4 സ്റ്റേജസും കൂടെ ഒരുമിച്ച് ചേർത്താൽ ഒരു സൈക്കിളാവും. ആ സൈക്ലിക് ഓപ്പറേഷനെയാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. 4 സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. അതായത് ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ദ ഗ്യാസസ് അറ്റ് പ്രഷർ P1, ടെമ്പറേച്ചർ T1 ആൻഡ് വോളിയം V1. അപ്പം ഈ ആദ്യത്തെ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ സമയത്ത് ദി സിലിണ്ടർ ഇസ് പ്ലേസ്ഡ് ഓൺ ദ സോഴ്സ് ആൻഡ് ദ ഗ്യാസ് ഇസ് അലൗഡ് ടു എക്സ്പാൻഡ് ഐസോതെർമലി സോ ദാറ്റ് പ്രഷർ ഡിക്രീസസ് ആൻഡ് വോളിയം ഇൻക്രീസസ്. ആൻഡ് ഈ സ്റ്റേജ് ഇവിടെ എത്തും, എന്ന് തുടങ്ങിയിട്ട് ബിയിലെത്തും. രണ്ടാമത്തെ സ്റ്റേജിൽ അഡയബാറ്റിക് എക്സ്പാൻഷനാണ്. അപ്പം വർക്കിംഗ് ഈ നമ്മുടെ സിലിണ്ടറിനെ എടുത്തിട്ട് നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വെച്ചിട്ട് സഡൻലി കംപ്രസ് ചെയ്യുക. ഏതുവരെ കംപ്രസ് ചെയ്യണം? ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്തിട്ട്, കംപ്രസ് ചെയ്യല്ല, എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയും. അഡയബാറ്റിക്കലി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കുറയും, ഐസോതെർമലി ആകുമ്പോൾ കുറയില്ല. അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ അത് ഓർക്കണം. ഐസോതെർമലി എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കുറയാതിരിക്കാൻ ഒരു ഹീറ്റ് Q1-നെ സോഴ്സിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ Q1 എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ഹീറ്റ്. അഡയബാറ്റിക്കിൻ്റെ സമയത്ത് അബ്സോർബ് ചെയ്യാനൊന്നും പറ്റില്ല, നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും വോളിയം ചേഞ്ച് ചെയ്യും. അപ്പം P3 V3 T2 ആവും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് കംപ്രസ് ചെയ്യും. ആദ്യം ഐസോതെർമലി കംപ്രസ് ചെയ്യും. അപ്പോൾ സിങ്കിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കംപ്രസ് ചെയ്യുക. അപ്പം കംപ്രസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടാൻ സാധ്യത ഉണ്ട്, പക്ഷേ കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് പുറത്തോട്ടേക്ക് കളയും. അങ്ങനെ ഈ പ്രോസസ്സ് മുഴുവൻ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പുറത്തോട്ടേക്ക് പോയിട്ടുണ്ടാവും. പുറത്തോട്ടേക്ക് എന്ന് പറഞ്ഞാൽ സിങ്കിലോട്ട് പോയിട്ടുണ്ടാവും. ആ ഹീറ്റാണ് നമ്മൾ Q2 എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേജ് അഡയബാറ്റിക് കംപ്രഷൻ. സഡൻ കംപ്രഷനാണ് നോൺ കണ്ടക്റ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ മുകളിൽ വെച്ചിട്ട്. അപ്പോൾ എന്തുണ്ടാവും? കംപ്രസ് ചെയ്യുമ്പം T2 ടെമ്പറേച്ചർ കൂടി T1 എത്തും. അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഗ്യാസ് തിരിച്ചെത്തി. ഈ പ്രോസസ്സിനാണ് നമ്മൾ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്രഷൻ ഫോർ എഫിഷ്യൻസി ഡിറൈവ് ചെയ്യാം. എഫിഷ്യൻസി പറഞ്ഞാൽ ഹീറ്റ് എഞ്ചിൻ എത്രമാത്രം എഫിഷ്യൻ്റാണ്. നമ്മൾ നേരത്തെ
ടേം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം എഫിഷ്യൻ്റാന്ന് പറഞ്ഞാൽ അത് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റിൽ എത്രമാത്രം വർക്കാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതിൻ്റെ മെഷറാണ്. അപ്പം എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോമുല എന്താ വരിക? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ദറ്റ് ഈസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് മീൻസ് എഫിഷ്യൻസി ഈസ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വർക്ക് ഡൺ ആണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റാണ് Q1. ഈ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എക്സ്ട്രാക്ട് ചെയ്യുന്ന ഹീറ്റ് Q1, റിജക്റ്റ് ചെയ്യുന്ന റിജക്റ്റ് ചെയ്യുന്ന ഹീറ്റ് Q2 ആണെങ്കിൽ ബൈ Q1 ആയിരിക്കും. ഇനി W എന്ന് പറയുകയാണെങ്കിൽ നെറ്റ് വർക്ക് ഡൺ. നമ്മൾ 4 സ്റ്റേജിലെയും വർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നെറ്റ് വർക്ക് ഡൺ കാണാം. Q1ൻ്റെ എക്സ്പ്രഷൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇൻ ടേംസ് ഓഫ് ടെമ്പറേച്ചറിൽ എഫിഷ്യൻസിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും. അതിങ്ങനെയാണ് വരിക, T1 - T2 / T1. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യും. ഓക്കെ, താങ്ക് യു.